ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബൈബിളിൽ നിന്നും ചില ട്രിക്കി ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജൂളി ജയകുമാർ, തിരുവനന്തപുരം. ആദ്യത്തെ ചോദ്യം ഇതാണ്: സുവിശേഷത്തിൽ സമാനമായ ഒന്ന്, ചിലതിനേക്കാളും ശ്രേഷ്ഠതയുണ്ടെന്ന് പ്രസ്താവിച്ചതാരാണ്? എന്തിനേക്കാൾ ശ്രേഷ്ഠതയാണ് ഉള്ളത്? ഉത്തരം ഇതാണ്: സമാനമായ ഒന്ന്, മനുഷ്യൻ. പ്രസ്താവിച്ചത് യേശു. ശ്രേഷ്ഠതയുള്ളത് ആകാശത്തിലെ പറവകളേക്കാൾ, ഏറിയ കുരുകിലിനേക്കാൾ, ആടിനേക്കാൾ. മത്തായിയുടെ സുവിശേഷം 6:26, 10:31, 12:12. അടുത്ത ചോദ്യം: ശലോമോന്റെ പുത്രിമാർ ആരെല്ലാമാണ്? ഉത്തരം: താഫെത്തും ബാശമത്തും. 1 രാജാക്കന്മാർ 4:11-15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഒരു പ്രവാചകൻ രാജാവിനോട് പറഞ്ഞ സമാനമായ ഒരു പ്രസ്താവന യേശു ഒരു പുരുഷനോടും സ്ത്രീയോടും പറഞ്ഞിട്ടുണ്ട്. പ്രസ്താവന എന്താണ്? ഉത്തരം: നിന്റെ പാപം അല്ലെങ്കിൽ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനോട് പറഞ്ഞു. 2 ശമൂവേൽ 12:13. യേശു പക്ഷപാതക്കാരനോട് പറഞ്ഞു. യേശു ഒരു പരീശന്റെ വീട്ടിൽ അത്താഴത്തിന് വന്നപ്പോൾ യേശുവിനെ പരിമളതൈലം പൂശിയ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയോട് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 7:48, മത്തായി 9:5, മർക്കോസ് 2:5, ലൂക്കോസ് 5:20. അടുത്ത ചോദ്യം: വെളിപ്പാട് പുസ്തകത്തിൽ ഒരു കൂട്ടരുടെ പ്രവർത്തികൾ ഒരു സഭ എതിർത്തപ്പോൾ മറ്റൊരു സഭ അംഗീകരിച്ചു. എന്തായിരുന്നു പ്രവൃത്തി? എതിർത്ത സഭ ഏത്? അംഗീകരിച്ച സഭ ഏതാണ്? ഉത്തരം: നിക്കലോവ്യരുടെ ഉപദേശവും നടപ്പും. എതിർത്തവർ എഫെസോസ് സഭ, വെളിപ്പാട് 2:6. അംഗീകരിച്ചവർ പെർഗമോസ്, വെളിപ്പാട് 2:15. അടുത്ത ചോദ്യം: യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ഉദ്ഘോഷിക്കുന്ന ഒരു പ്രാർത്ഥനാ വാക്ക്. ഈ വാക്കിന്റെ അർത്ഥം, ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ലാത്ത ഏക സുവിശേഷം, ഉപയോഗിച്ചിട്ടുള്ള സുവിശേഷങ്ങൾ ഏതാണ്? ഉത്തരം: ഹോശന്ന, ഇപ്പോൾ രക്ഷിക്ക. ഹോശന്ന എന്ന പദമില്ലാത്ത സുവിശേഷം ലൂക്കോസ്. ഉപയോഗിച്ചിട്ടുള്ളത് മത്തായി 21:9-15, മർക്കോസ് 11:9-10, യോഹന്നാൻ 12:13. അടുത്ത ചോദ്യം: കുലീനനായ മനുഷ്യൻ രാജത്വം പ്രാപിച്ചു മടങ്ങി വരുന്നതിന് മുൻപ് ദാസന്മാർക്ക് കൊടുത്ത റാത്തൽ വെള്ളി എത്ര വീതമാണ്? ഉത്തരം: ഓരോ ദാസന്മാർക്ക് ഓരോ റാത്തൽ വെള്ളി വീതം, 10 ദാസന്മാർക്ക് 10 റാത്തൽ വെള്ളി. ലൂക്കോസിന്റെ സുവിശേഷം 19-13 വാക്യം. അടുത്ത ചോദ്യം: യേശു സ്വന്തം വിഷയത്തിലും മറ്റൊരു വ്യക്തിയുടെ വിഷയത്തോടുള്ള ബന്ധത്തിലും കടന്നുപോയ ഒരു മാനസികാവസ്ഥയിൽ ഒരു സ്ത്രീയും പുരുഷനും കടന്നുപോയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ആകരുതെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഉത്തരം: ഉള്ളം കലങ്ങി, മനം കലങ്ങി. യേശു സ്വന്തം വിഷയത്തിൽ യേശുവിൻ്റെ തേജസ്കരിക്കപ്പെടാനുള്ള നാഴികയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12:23-27, നിങ്ങളിലൊരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13:21, ലാസറിന്റെ കല്ലറയിൽ വെച്ച് മറിയയും യഹൂദന്മാരും കരയുന്നത് കണ്ടിട്ട് യോഹന്നാൻ 11:33, സ്ത്രീ മാർത്ത, ലൂക്കോസ് 10:41, പുരുഷൻ ഹെരോദാവ്, മർക്കോസ് 6:20. യേശു പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെയാകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 14-1 വാക്യം. അടുത്ത പൊതുവായ ഒരു ചോദ്യമാണ്: ഷാരോൻ ഫെലോഷിപ്പ് സഭാസ്ഥാപകൻ ആരാണ്? ഉത്തരം ഇതാണ്: പാസ്റ്റർ PJ തോമസ്. അടുത്ത ചോദ്യം: സമാന നിർമ്മാണം നടത്തിയിട്ട് സമാന പ്രസ്താവന നടത്തിയവർ എത്ര വീതം? ഉത്തരം:
പൊന്നുകൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കിയത് അഹരോനും യൊരോബെയാവും. അഹരോൻ 1, യൊരോബെയാം 2. ദാനിലും ബഥേലിലും. സമാന പ്രസ്താവന. ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രൈമിൽ നിന്നും നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവം. പുറപ്പാട് 32:4. 1 രാജാക്കന്മാർ 12:28. അടുത്ത ചോദ്യം. ഒരേ വാഹനം ഒരേ സ്ഥലത്തേക്ക് യാത്ര പോകാൻ ഒരേ സ്ഥലത്ത് വെച്ച് നിർമ്മിക്കപ്പെട്ടവർ ആരെല്ലാമാണ്? ഉത്തരം ശലോമോനും യഹോശഫാത്തും. 1 രാജാക്കന്മാർ 9:26, 10:22, 22:48. തർശീഷ് കപ്പൽ ഒഫീറിൽ പോകുവാൻ യെസ്യോൻ ഗേബറിൽ വെച്ച് നിർമ്മിക്കപ്പെട്ടു. അടുത്ത ചോദ്യം. ചോദ്യത്തിന് ഉത്തരം പറയേണ്ട വ്യക്തികളുടെ എണ്ണത്തിനനുസരിച്ച് പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടവൻ ആരാണ്? ഉത്തരം ശിംശോൻ തോഴന്മാരോട്. ശിംശോൻ ചോദ്യമുന്നയിച്ചത് 30 തോഴന്മാരോട്. പ്രതിഫലം 30 ഉള്ളങ്കി, 30 വിശേഷ വസ്ത്രം. ന്യായാധിപന്മാർ 14:12, 13 വാക്യങ്ങൾ. അടുത്ത ചോദ്യം. വൃദ്ധനായ ഭർത്താവിനെ കാണാൻ വന്ന ഭാര്യ ആരാണ്? ഉത്തരം ബത്ശേബ. 1 രാജാക്കന്മാർ 1-ാം 15, 16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം. ഒരു സങ്കീർത്തനത്തിലെ ഒരു വാക്യത്തിൻ്റെ പകുതി സുവിശേഷത്തിലും പകുതി ലേഖനത്തിലും കാണാൻ കഴിയും. ഉത്തരം നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 69:9. ആദ്യത്തെ പകുതി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത് നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. യോഹന്നാൻ 2:17. രണ്ടാമത്തെ ഭാഗം പൗലോസ് റോമാലേഖനത്തിൽ നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു. റോമർ 15:3. അടുത്ത ചോദ്യം. ആരാധനകളിലും വ്യക്തിപരമായ പ്രാർത്ഥനകളിലും ദൈവത്തെ സ്തുതിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ഒരു പദം പുതിയ നിയമത്തിലെ ഒരു പുസ്തകത്തിൽ ഒരു അധ്യായത്തിൽ മാത്രം 4 പ്രാവശ്യം കാണാൻ കഴിയും. ഏതാണ് ആ പദം? ഉത്തരം ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 19:1, 3, 4, 6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം. 2 സംഗീതജ്ഞർ ചെയ്തിട്ടുള്ളതും ഒരു കൂട്ടം പ്രധാനികൾ പ്രത്യേക സന്ദർഭത്തിൽ ചെയ്യേണ്ടതുമായ സമാനമായ ഒരു പ്രവൃത്തി പുതിയ നിയമത്തിൽ ഒരു ഭരണാധികാരിയും യേശുവിൻ്റെ ക്രൂശീകരണം സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. എന്താണത്? ഉത്തരം യെരുശലേം. മത്തായി സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. മത്തായിയുടെ സുവിശേഷം 23:37. യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ലൂക്കോസ് 13:34. അടുത്ത ചോദ്യം. സെരുബാബേലിൻ്റെ മകളുടെ പേര് എന്താണ്? ഉത്തരം പൂർവനാമം യെബൂസ്. 1 ദിനവൃത്താന്തം 11:4. അടുത്ത ചോദ്യം. ഞങ്ങൾക്ക് 2 പേരാൽ 2 പ്രാവശ്യം കത്ത് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം പൗലോസിനാലും യോഹന്നാനാലും. എഫെസോസ് സഭയ്ക്കും ലവോദിക്യ സഭയ്ക്കും. എഫെസോസ് സഭയ്ക്ക് പൗലോസ്, എഫേസ്യർ 1:6. എഫെസോസ് സഭയ്ക്ക് യോഹന്നാൻ, വെളിപ്പാട് 1:11. ലവോദിക്യ സഭയ്ക്ക് യോഹന്നാൻ, വെളിപ്പാട് 1:11. പൗലോസ് കൊളോസ്യർ 4:16. ഗലാത്യർക്ക് പത്രോസ് എഴുതിയെന്ന് പറയുമ്പോൾ അത് വ്രതന്മാർ എന്നാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. സഭ എന്ന പദം അവിടെ കാണുന്നില്ല. അടുത്ത ചോദ്യം. ന്യായാധിപനല്ലെങ്കിലും ന്യായപാലനം ചെയ്ത ഒരു പുത്രൻ ആരാണ്?
ഉത്തരം യോധാം. 2 രാജാക്കന്മാർ 15-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരു വ്യക്തി കഷ്ടതയുടെ പാരമ്യത്തിൽ സ്വന്തം വിലപിച്ചു പറഞ്ഞ 3 വാക്കുകളിൽ 2 വാക്കുകൾ തിന്മ ചെയ്യുന്നവരെ കുറിച്ച് ഒരു പ്രവാചകൻ വിലപിച്ചിട്ടുണ്ട്. ഏതാണ് ആ വാക്ക്? ഉത്തരം എൻ്റെ കഥ കഴിഞ്ഞു. യോബിൻ്റെ പുസ്തകം 19:10 കഥ കഴിഞ്ഞു. മീഖ 2:4. അടുത്ത ചോദ്യം, എന്നെ വഞ്ചിക്കരുതെന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം ശൂനേംകാരത്തി സ്ത്രീ എലീശയോട്. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 28-ാം വാക്യം. അടുത്ത ചോദ്യം, നിർണായകമായ പേരുകൾ രേഖപ്പെടുത്തുന്ന രേഖയിൽ പേർ രേഖപ്പെടുത്തിയ ഏക പുതിയ നിയമ വ്യക്തി ആരാണ്? ഉത്തരം ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ക്ലെമന്ത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, ഞങ്ങളുടെ പേരിൽ അറിയപ്പെട്ട സ്ഥലത്ത് വെച്ച് തന്നെ ഞങ്ങൾ കൊല്ലപ്പെട്ടു. ഞങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം ഓരേബും സേബും. ഓരേബ് പാറ, സേബ് മുന്തിരിച്ചക്ക്. ന്യായാധിപന്മാർ 7-ാം അധ്യായം 25-ാം വാക്യം. അടുത്ത ചോദ്യം, 10 കമ്പിയുള്ള സംഗീത ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം വീണയും വാദിത്രിയവും. സങ്കീർത്തനം 33:2, 92:2. അടുത്ത ചോദ്യം, വ്യത്യസ്ത കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ ഉപമിച്ചിട്ടുള്ള ഒരു സമൂഹം ഒരു വാക്യത്തിൽ 3 പ്രാവശ്യം വീതം ആവർത്തിച്ചിരിക്കുകയും ഒറ്റ പേരിൽ പറയുകയും ചെയ്യുന്നു. ഉത്തരം ലവോദിക്യ സഭ. കാലാവസ്ഥാ വ്യതിയാനം ശീതം, ഉഷ്ണം. ശീതവാൻ, ഉഷ്ണവാൻ. ഒറ്റപ്പേര് ശീതോഷ്ണവാൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14, 15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യേശു ജനിക്കുന്നതിന് 14 തലമുറകൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം എന്താണ്? ഉത്തരം ബാബേൽ പ്രവാസം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം, തിരുവെഴുത്തിൽ 2 പ്രാവശ്യം മാത്രം കാണുന്നതും 2 സങ്കീർത്തനങ്ങളിലായി സമാനമായ വാക്യങ്ങളിൽ കാണുന്നതുമായ ജലവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് ഏതാണ്? ഉത്തരം വട്ടക. വട്ടക ജലം ശേഖരിക്കുന്ന പാത്രം. സങ്കീർത്തനം 60:8, സങ്കീർത്തനം 108:9. അടുത്ത ചോദ്യം, യഹൂദ ഗോത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ആരാണ്? ഉത്തരം യേശു. അടുത്ത ചോദ്യം, സമാന സംഖ്യയുള്ള തലമുറകളിൽ സമാന സംഭവം നടന്ന പിതാക്കന്മാർ ആരെല്ലാമാണ്? ഉത്തരം 10 മക്കൾ നഷ്ടപ്പെട്ട ഇയ്യോബും ഹാമാനും. ഇയ്യോബിൻ്റെ പുസ്തകം 1:2-19. എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, പേരിൽ സത്യമുള്ള അന്യദേവൻ ആരാണ്? ഉത്തരം നേർഗാൽ. നേർ സത്യം, കൂതക്കാരുടെ ദേവൻ. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 30-ാം വാക്യം. അടുത്ത ചോദ്യം, സഹോദരന്മാരായ ഞങ്ങൾ രാജ്യത്തിലെ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നവരാണ്. ഞങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം രായസക്കാർ, എഴുത്തുകാർ. ശീശയുടെ പുത്രന്മാരായ എലിഹോരേഷും അഹിയാബും. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, സമാനതകളോടെ രാജ്യഭാരം ഏറ്റെടുത്ത 2 പേർ ആരെല്ലാമാണ്? ഉത്തരം ദാവീദും ശലോമോനും. തൈലക്കൊമ്പിൽ നിറച്ച തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ. 1 ശമൂവേൽ 16:13, 1 രാജാക്കന്മാർ 13:9. അടുത്ത ചോദ്യം, പുതിയ നിയമത്തിൽ സമാന പേരുകളിൽ അറിയപ്പെട്ട സ്ത്രീകൾ ആരെല്ലാമാണ്? ഉത്തരം മറിയ, യേശുവിൻ്റെ അമ്മ മറിയ. മത്തായി 2:11-51. മഗ്ദലനക്കാരത്തി മറിയ. ലൂക്കോസ് 8:2.
ബഥാനിയിലെ മറിയ, ലാസറിന്റെ സഹോദരിയായ മറിയ, ലൂക്കോസ് 10:38-42, യോഹന്നാൻ 11:1, ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയ, യോഹന്നാൻ 19:25, മാർക്കോസിന്റെ അമ്മ മറിയ, അപ്പോസ്തല പ്രവൃത്തി 12:12, റോമ സഭയിലെ മറിയ, റോമർ 16:6, യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയ, മത്തായി 27:56, മർക്കോസ് 16:1. അടുത്ത ചോദ്യം, പുതിയ നിയമത്തിൽ ഇതിന് നിയന്ത്രണങ്ങളുണ്ട്. ഇതിൽ ഒരക്ഷരം പോയാൽ ചില വാസന വസ്തുക്കളോട് ചേർന്ന് കാണാൻ കഴിയും. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് വേണ്ടെന്ന് വയ്ക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഒരു വ്യക്തി ആവശ്യപ്പെട്ടു. എന്നാൽ എന്താണ്? ഉത്തരം, പലിശ. നിയന്ത്രണങ്ങൾ: പലിശ വാങ്ങരുത്, കൊടുക്കരുത്. ലേവ്യ 25:36-37, പുറപ്പാട് 22:25, ആവർത്തനം 23:19-20 വാക്യങ്ങൾ. ഒരക്ഷരം മാറ്റിയാൽ പശ. സുഗന്ധദ്രവ്യങ്ങൾ: സുഗന്ധപ്പശ, ഹൽബാന പശ, നറുപശ. ഉൽപ്പത്തി 37:25, പുറപ്പാട് 30:34. നെഹമ്യാവ് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും, നെഹമ്യാവ് 5:7-10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഒരു ദേശത്ത് ചെന്ന് ഒരു പുതിയ വൃക്ഷം നട്ടാൽ അതിൻ്റെ ഫലം ജനത്തിന് എന്നാണ് അനുഭവിക്കുവാൻ കഴിയുന്നത്? ഉത്തരം, 5-ാം വർഷം. ലേവ്യ പുസ്തകം 19:23-25 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മാനസിക സംഘർഷത്താൽ ഒരേ രീതിയിൽ വസ്ത്രം ധരിച്ച അപ്പനും മകനും ആരെല്ലാമാണ്? ഉത്തരം, ആഹാബും യഹോരാമും. ദേഹം പറ്റി രട്ടുടുത്തു. മാനസിക സംഘർഷം. 1 രാജാക്കന്മാർ 21:27, 2 രാജാക്കന്മാർ 31:16-30 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മൃഗ അവയവം കൊണ്ടും ലോഹം കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട്ടുപകരണം എന്താണ്? ഉത്തരം, കട്ടിൽ. ആനക്കൊമ്പ്. ആമോസ് 6:4, ഇരുമ്പ് മഞ്ചം. ആവർത്തനം 3:11. അടുത്ത ചോദ്യം, മോശയുടെ ന്യായപ്രമാണത്തിന് ശേഷം ആലയ ശുശ്രൂഷയുടെ സുഗമമായ പ്രവർത്തനത്തിന് ഒരു പുതിയ പ്രമാണം പ്രാവർത്തികമാക്കിയത് ആരുടെ കാലത്താണ്? പ്രമാണം എന്താണ്? ഉത്തരം, നെഹമ്യാവിൻ്റെ കാലത്ത്. ദൈവത്തിൻ്റെ ആലയത്തിലെ എല്ലാ വേലയ്ക്കും വേണ്ടി ആണ്ടുതോറും ശെക്കേലിൽ 1/3 കൊടുക്കാമെന്ന് ഒരു ചട്ടം നിയമിച്ചു. ആലയത്തിലെ ശുശ്രൂഷയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചയപ്പത്തിലും നിരന്തര ഭോജനയാഗത്തിലും ശബത്തുകളിലെയും അമാവാസ്യകളിലെയും നിരന്തര ഹോമയാഗത്തിനും ഉത്സവങ്ങൾക്കും വിശുദ്ധ സാധനങ്ങൾക്കും ഇസ്രയേലിനു വേണ്ടി പ്രായശ്ചിത്തമായി അർപ്പിക്കേണ്ടുന്ന പാപയാഗങ്ങൾക്കും വേണ്ടി. നെഹമ്യാവ് 10:32-35 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഒരു പാനീയത്തിൻ്റെ ചൂടിനാൽ രോഗം വരുന്നത് ആർക്കാണ്? ഉത്തരം, പ്രഭുക്കന്മാർക്ക് വീഞ്ഞിൻ്റെ ഉഷ്ണത്താൽ. ഹോശയുടെ പ്രവചനം 7-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, പേർ പറയപ്പെട്ട രാജാവുണ്ടായിരുന്നു. സമാധാന ജീവിതം നയിച്ചിരുന്നു. പ്രത്യേക വിഷയത്തിൽ പ്രാവീണ്യം നേടിയിരുന്നു. പേർ പറയപ്പെട്ട ഒരു രാജ്ഞിയും പ്രസിദ്ധരായ 2 സ്ത്രീകൾക്കും ഈ പേരിനോട് ബന്ധമുണ്ടായിരുന്നു. പൗലോസും യേശുവും ഒരു പഴയ നിയമ പ്രവാചകനും ഇതുവഴി സഞ്ചരിച്ചിട്ടുണ്ട്. ഉത്തരം, സീദോൻ. രാജാവ് യെദ്ബാൽ. 1 രാജാക്കന്മാർ 16:31. സമാധാനം ജീവിതം. സീദോന്യർ സ്വൈര്യവും സ്വസ്ഥതയും. ന്യായാധിപന്മാർ 18:7. പ്രാവീണ്യം മരം മുറിക്കുന്നതിൽ. 1 രാജാക്കന്മാർ 5:6. രാജ്ഞി ഇസബേൽ. 1 രാജാക്കന്മാർ 16:31. പ്രസിദ്ധരായ 2 സ്ത്രീകൾ. സാരെഫാത്തിലെ വിധവ. 1 രാജാക്കന്മാർ 17:9-10. സീദോനിലെ കനാന്യ സ്ത്രീ. മത്തായി 15:21-22 വാക്യങ്ങൾ. ഇതുവഴി പോയവർ യേശു, പൗലോസ്. അപ്പോസ്തല പ്രവൃത്തി 27:3, മത്തായി 15:21,
മർക്കോസ് 7:24. പഴയ നിയമ പ്രവാചകൻ ഏലിയാവ്, ലൂക്കോസ് 4:26. ഞാൻ പൗലോസ് കടപ്പെട്ടിരിക്കുന്നത് യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും കടം വാങ്ങിയിട്ടില്ല. റോമാലേഖനം 1:14. അടുത്ത ചോദ്യം, പരാക്രമശാലിയും പരിശ്രമശാലിയുമായ 2 യൗവനക്കാർ ആരൊക്കെയാണ്? ഉത്തരം, പരാക്രമശാലിയായ യൗവനക്കാരൻ സാദോക്ക്, 1 ദിനവൃത്താന്തം 12:28. പരിശ്രമശാലിയായ യൗവനക്കാരൻ യെരോബെയാം, 1 രാജാക്കന്മാർ 11:28. അടുത്ത ചോദ്യം, യേശുവും പൗലോസും ഉദ്ധരിച്ച സമാനമായ ഒരു പഴയ നിയമ പ്രവചനം ഏതാണ്? റഫറൻസ് മാത്രം പറഞ്ഞാൽ മതിയാവും. ഉത്തരം, യേശു ഉദ്ധരിച്ചത് മത്തായി 13:14-15, പൗലോസ് ഉദ്ധരിച്ചത് അപ്പോസ്തല പ്രവൃത്തി 28:26-27 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ദൈവം അരുത് എന്ന് സങ്കീർത്തനക്കാരനിലൂടെ പറഞ്ഞ ഒരു കാര്യം 2 ജാതീയ രാജാക്കന്മാർ ഇസ്രായേൽ മക്കളോടും ഒരു രാജാവ് ദൈവത്തോടും ചെയ്തിട്ടുണ്ട്. എന്താണത്? ഉത്തരം, ഹൃദയം കഠിനമാക്കരുത്. ഇസ്രായേൽ മക്കളോട് ഫറവോൻ, ഹെശ്ബോൻ രാജാവായ സീഹോൻ ദൈവത്തോട് സിദെക്കിയാവ്. സങ്കീർത്തനം 95:8, 2 ദിനവൃത്താന്തം 36:11-13, പുറപ്പാട് 8:32, ആവർത്തനം 2:30. അടുത്ത ചോദ്യം, മറവിടത്തിൽ മറഞ്ഞിരുന്നവരെ നിർമൂലം ചെയ്ത ജീവി ഏതാണ്? ഉത്തരം, കടന്നൽ, കനാനിൽ ശേഷിച്ചിരുന്ന ജാതികളെ. ആവർത്തനം 7:20, സർപ്പം, ആമോസ് 9:3. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു സ്ഥലനാമം തിരുവെഴുത്തിൽ ഒരു പുസ്തകത്തിൽ ആവർത്തിച്ചു പറയുന്ന ദൈവത്തിൻ്റെ ഒരു സമാന പദത്തിൽ ഈ സ്ഥലനാമത്തിൻ്റെ 2 അക്ഷരം കാണാൻ കഴിയും. പുസ്തകം ഏതാണ്? ദൈവത്തിന് സമാനമായ വാക്ക് ഏതാണ്? ഉത്തരം, സർവാത്. ദൈവത്തിൻ്റെ സമാന പദം സർവശക്തൻ. യോബിൻ്റെ പുസ്തകത്തിൽ 31 പ്രാവശ്യം സർവശക്തൻ. യെഹെസ്കേലിൻ്റെ പ്രവചനം 27:8. അടുത്ത ചോദ്യം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം വെറുക്കുന്ന ഒരു സ്വഭാവത്തിനകത്ത് ഒരു അവയവവും ഒരാലയ നിർമ്മിതിയും കാണാം. ഇവയോടുകൂടി 2 അക്ഷരം ചേർത്താൽ വേറൊരു നിർമ്മിതി കാണാം. അത് ഏതാണ്? ഉത്തരം, സ്വഭാവം, നിഗളം, അവയവം, ഗളം, കഴുത്ത് അല്ലെങ്കിൽ തൊണ്ട. നിർമ്മിതികൾ ഗളം, പരിഗളം. സങ്കീർത്തനം 101:5, 2 കൊരിന്ത്യർ 12:20, 1 രാജാക്കന്മാർ 6:6, യെഹെസ്കേൽ 41:8. അടുത്ത ചോദ്യം, പുസ്തകം എഴുതിയ ഒരു പ്രവാചകന്റെ പേരിൽ ഒരു വ്യക്തിയെ പുതിയ നിയമ വംശാവലിയിൽ കാണാൻ കഴിയും. അത് ആരാണ്? ഉത്തരം, യാശോബേയ അബീശായി 300 പേരുടെ നേരെ കുന്തമോങ്ങിക്കൊന്നു. 1 ദിനവൃത്താന്തം 11:11, 11:20. അടുത്ത ചോദ്യം, കല്ലിന് തുല്യമെങ്കിലും അതിൽ സമ്മാനം സ്വീകരിച്ച വ്യക്തി ആരാണ്? ഉത്തരം, ശലോമോൻ. വെള്ളി ശലോമോന്റെ കാലത്ത് കല്ലിന് തുല്യമായിരുന്നു. എന്നാൽ വെള്ളിപ്പാത്രം ജ്ഞാനം കേൾക്കാൻ വന്നവർ ആണ്ടുതോറും കാഴ്ചയായി കൊണ്ടുവന്നു. 2 രാജാക്കന്മാർ 10:25, 27 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, തൊട്ടുമുന്നിൽ മരണം സംഭവിക്കുമെന്നറിയാതെ ഒരാൾ പറഞ്ഞ വാക്കുകൾക്കും മരണാസന്നനായി ഒരു വ്യക്തി പറഞ്ഞ വാക്കുകൾക്കും തമ്മിൽ സാമ്യമുണ്ട്. എന്താണത്? ഉത്തരം, എനിക്ക് ദാഹിക്കുന്നു. മരിക്കുമെന്നറിയാതെ സീസര. ന്യായാധിപന്മാർ 4:19, മരണാസന്നനായി യേശു. യോഹന്നാന്റെ സുവിശേഷം 19:28. അടുത്ത ചോദ്യം, നീങ്ങിപ്പോകണമെന്നും നീക്കണമെന്നും പ്രാർത്ഥിച്ചതാരാണ്? എന്തെല്ലാമാണ്? ഉത്തരം, യേശു. നാഴികയും പാനപാത്രവും നീങ്ങിപ്പോകണമെന്ന്. മർക്കോസ് 14:35, 36 വാക്യങ്ങൾ. അടുത്ത ചോദ്യം,
ഒരു വ്യക്തി പറഞ്ഞ ഏകദേശം സമാനമായ ഒരു വാചകത്തിനകത്ത് സമാനതയുള്ള ഒരു വിശേഷണ പദവും തൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു വാക്ക് പുല്ലിംഗത്തിലും തൻ്റെ വേറൊരു പുസ്തകത്തിൽ ഒരു വാക്ക് സ്ത്രീലിംഗത്തിലും കാണാം. ഉത്തരം സദൃശവാക്യത്തിൽ ശലോമോൻ എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനും ആയിരുന്നു. സദൃശവാക്യങ്ങൾ 4:3. ഉത്തമഗീതത്തിൽ ശലോമോൻ അവൻ തൻ്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയുമാകുന്നു. പുല്ലിംഗത്തിൽ ഏകപുത്രൻ. ഉത്തമഗീതത്തിൽ ശലോമോൻ അവൻ തൻ്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയുമാകുന്നു. പുല്ലിംഗത്തിൽ ഏകപുത്രൻ, സ്ത്രീലിംഗത്തിൽ ഏകപുത്രി, രണ്ടിലും കാണുന്ന സമാനതയുള്ള വിശേഷണ പദം ഓമന. ഉത്തമഗീതം 6:9. അടുത്ത ചോദ്യം, ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു വല്യപ്പനും കൊച്ചുമകനും മരണകാരണങ്ങളായ രോഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം വിഭാഗം രാജാക്കന്മാർ. വല്യപ്പൻ ആസ കാലിൽ ദീനം, കൊച്ചുമോൻ യഹോരാം കുടലിൽ വ്യാധി. 2 ദിനവൃത്താന്തം 16:12, 13, 22:19. അടുത്ത ചോദ്യം, ഭയന്ന് ചിലർ ഇവിടെ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ ആവാസ സ്ഥാനമാണിത്. ഇതിൻ്റെ പേരിൽ ആരംഭിക്കുന്ന മറ്റൊരു ജീവിയുണ്ട്. തിരുവെഴുത്തിൽ പല പേരുകളോടും ചേർന്ന് ഈ പേർ പറഞ്ഞിട്ടുണ്ട്. 2 പുസ്തകങ്ങളിലെ സമാനമായ വാചകങ്ങളിൽ ഈ പദം 2 പ്രാവശ്യം വീതം ആവർത്തിച്ചിരിക്കുന്നു. ഉത്തരം കുഴി. ഫിലിസ്തരെ ഭയന്ന് ഇസ്രായേൽ ജനം 1 ശമൂവേൽ 13:6. കുറുനരികളുടെ ആവാസസ്ഥാനം മത്തായി 8:20. കുഴിമുയൽ ലേവ്യ 11:5. കീൽക്കുഴി, പൊട്ടക്കുഴി, ശവക്കുഴി, വെട്ടുകുഴി, ചേറ്റുകുഴി, കൺകുഴി, ചാണകക്കുഴി, നാശക്കുഴി. ഉൽപ്പത്തി 14:10, 37, 24. പുറപ്പാട് 14:11, 1 രാജാക്കന്മാർ 6:7, ഇയ്യോബ് 9:31, 30:6, യെശയ്യാവ് 25:10, 38:17. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. സദൃശവാക്യം 26:27, സഭാപ്രസംഗി 10:8. അടുത്ത ചോദ്യം, ഒരാളെ വധിക്കാൻ കാത്തിരുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ആ വ്യക്തിയുടെ ഭൗതിക അവശിഷ്ടം സംസ്കരിച്ചിട്ടുണ്ട്. ഉത്തരം ശൗൽ ദാവീദിനെ വധിക്കാൻ പിചുലവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. ശൗലിന്റെ ഭൗതിക അവശിഷ്ടം പിചുലവൃക്ഷത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു. 1 ശമൂവേൽ 22:6, 31:13. അടുത്ത ചോദ്യം, ചില ദോഷഫലങ്ങളും നല്ല ഫലവും ഉണ്ടായിട്ടുള്ള ഈ വസ്തു ദൈവം തൻ്റെ അവയവത്തോട് ഉപമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ചവർ 3 പേർ മാത്രമാണ്. ഇവ ഉപയോഗിച്ച പഴയ നിയമ വ്യക്തികൾ ആരെല്ലാമാണ്? ഉത്തരം വടി, അവയവം വായ്. ദൈവം വായ് എന്ന വടി. യെശയ്യാവ് 11:4. ദോഷം ഫലം, വടി പൂത്ത് അഹങ്കാരം തളിർത്തിരിക്കുന്നു. സാഹസം ദുഷ്ടതയുടെ വടിയായിട്ട് വളർന്നിരിക്കുന്നു. യെഹെസ്കേൽ 7:10, 11. നല്ല ഫലം, അഹരോന്റെ വടി ബദാം ഫലം കായ്ച്ചു. സംഖ്യ 17:8. ഒരു ഭാഗം ഉപയോഗിച്ച 3 പേർ വടിയുടെ അറ്റം. യഹോവയുടെ ദൂതൻ വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. യോനാഥാൻ വടിയുടെ അറ്റം തേൻകട്ടയിൽ കുത്തി തേൻ ആസ്വദിച്ചു. 1 ശമൂവേൽ 14:27. യാക്കോബ് വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു. എബ്രായർ 11:21. ഉപയോഗിച്ച വ്യക്തികൾ യാക്കോബ് ഉൽപ്പത്തി 32:10, യഹൂദ ഉൽപ്പത്തി 38:18, മോശ പുറപ്പാട് 4:2, അഹരോൻ പുറപ്പാട് 7:9, ബിലയാം സംഖ്യ 22:27, ദാവീദ് 1 ശമൂവേൽ 17:40, ബെനയാവ് 2 ശമൂവേൽ 25:20-21, എലീശ 2 രാജാക്കന്മാർ 4:29, ഗേഹസി 2 രാജാക്കന്മാർ 4:29. അടുത്ത ചോദ്യം, ഒരു കൂട്ടർ ചെയ്ത തെറ്റ് ബോധ്യമായപ്പോൾ
തീരുമാനമെടുത്ത ഒരു മൃഗത്തെ യാഗാർപ്പണം ചെയ്തു. അവർ ചെയ്ത തെറ്റ് എന്താണ്? ഉത്തരം: യസ്രയുടെ കാലത്ത് മഹാപുരോഹിതന്മാരുടെ പുത്രന്മാർ അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചു. അവർ കുറ്റക്കാരായതുകൊണ്ട് തങ്ങളുടെ കുറ്റത്തിനായി ഓരോ ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു. യസ്രയുടെ പുസ്തകം 10-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഞങ്ങൾ പേർ പറയപ്പെട്ട ദമ്പതികൾ. ഞങ്ങളുടെ വംശത്തിന്റെ നന്മയെക്കുറിച്ച് പുകഴ്ത്തിയ ആൾ തന്നെ അധപതനത്തെയും കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ പൂർവികർ ചെയ്ത നന്മയെ ചൊല്ലി ഒരിക്കൽ ഞങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഞങ്ങൾ ആരാണ്? ഉത്തരം: ദമ്പതിമാർ കേന്യരായ ഹേബറും യായേലും. ബിലയാം സുഭാഷിതം ചൊല്ലിയത്: കേന്യന്റെ നിവാസം ഉറപ്പുള്ളത്, നിന്റെ കൂട് പാറയിൽ വെച്ചിരിക്കുന്നു എന്ന് സുഭാഷിതം ചൊല്ലി, എങ്കിലും നിർമൂലനാശം സംഭവിക്കും എന്നും പറഞ്ഞു. ശൗൽ യുദ്ധമുഖത്ത് വെച്ച് കേന്യരോട്: ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വന്നപ്പോൾ നിങ്ങൾ ദയ ചെയ്തിരിക്കൊണ്ട് അമാലേക്യരുടെ ഇടയിൽ നിന്ന് മാറിപ്പോകുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ന്യായാധിപന്മാർ 4:17, സംഖ്യ 24:21-22, 1 ശമൂവേൽ 15:6. അടുത്ത ചോദ്യം: ഒരു ദിവസവും ഒരു മത്സ്യവും ചേർന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം: വെള്ളിവാളം. ദിവസം വെള്ളി, മത്സ്യം വാള. സങ്കീർത്തനം 68:30. അടുത്ത ചോദ്യം: രക്തബന്ധത്തിലുണ്ട്, ലാഭത്തിലുണ്ട്, ഭിന്നതയിലുണ്ട്, ഒറ്റപ്പെട്ട അനുഭവത്തിലുണ്ട്, വ്യാപാരത്തിലുണ്ട്, നിർണയം നടത്തേണ്ടതിലുണ്ട്, അധികാരം മരിച്ചതിലുണ്ട്, ആഹാരത്തിലുണ്ട്. മുകളിൽ പറഞ്ഞിട്ടുള്ള സൂചനകളോട് യോജിക്കുന്ന സമാനമായ ഒരു പദം ഒരു പുസ്തകത്തിൽ നിന്നും കണ്ടെത്തണം. എല്ലാ സൂചനകളുടെ വിവരണവും പൂർണ്ണമായിരിക്കണം. പദം 5. പുസ്തകം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. രക്തബന്ധത്തിലുണ്ട്, ധനവാന്റെ 5 സഹോദരന്മാർ 16:29. ലാഭത്തിലുണ്ട്, 5 റാത്തൽ സമ്പാദിച്ച രണ്ടാമത്തെയാൾ 19:18. ഭിന്നതയിലുണ്ട്, ഒരു വീട്ടിലെ ഇരുവരോടും മൂവരോടും, മൂവരോട് ഇരുവരും, ഇങ്ങനെ 5 പേർ ഛിദ്രിച്ചിരിക്കുന്നവർ 12:52. ഒറ്റപ്പെട്ട അനുഭവത്തിലുണ്ട്, എലിശബത്ത് 5 മാസം ഒളിച്ചു പാർത്തു. ലൂക്കോസ് 1:25. വ്യാപാരത്തിലുണ്ട്, കാശിന് 5 കുരുകിൽ വിൽക്കുന്നു 12:6. നിർണയം നടത്തേണ്ടതിലുണ്ട്, 5 കാളയെ ശോധന ചെയ്യേണ്ടതുണ്ട് 14:19. അധികാരം ലഭിച്ചതിലുണ്ട്, 5 റാത്തൽ സമ്പാദിച്ചവന് 5 പട്ടണത്തിന്റെ മേൽവിചാരകത്വം നൽകുന്നു 19:19. ആഹാരത്തിലുണ്ട്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു 9:13. അടുത്ത ചോദ്യം: പുതിയ നിയമത്തിലെ പേർ പറയപ്പെട്ടിട്ടുള്ള സിനഗോഗ് അധികാരികൾ ആരെല്ലാമാണ്? ഉത്തരം: പള്ളിപ്രമാണികൾ. യായിറോസ് മർക്കോസ് 5:22, ക്രിസ്പോസ് അപ്പോസ്തല പ്രവൃത്തി 18:8, സൊസ്തനോസ് അപ്പോസ്തല പ്രവൃത്തി 18:17. അടുത്ത ചോദ്യം: യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ഇന്ന് വരെ പ്രസക്തമായിരിക്കുന്നതും നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടതുമായ പ്രവൃത്തി ഒരു പദം. ഇത് ചെയ്തില്ലെങ്കിൽ സ്വയം വിലപിച്ച ഒരു ഭക്തൻ. ഈ വാക്ക് ആദ്യമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നത് എവിടെയെല്ലാം? ഈ പദത്തിന് തത്തുല്യമായ പദം വേറൊരു വ്യക്തിയുടെ, മനുഷ്യനല്ല, പേരിനോട് ചേർന്ന് കാണാം. ഒരു സുവിശേഷകന്റെ വാക്കുകളിൽ ഈ വാക്കിന്റെ നിർവചനമുണ്ട്. എന്താണ് ഈ വാക്ക്? ഉത്തരം: സുവിശേഷം, സുവിശേഷം പറയുക. മർക്കോസ് 1:15. ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത്. പിന്നെ അവൻ അവരോട്: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ. മർക്കോസ് 16:15. വിലപിച്ചത് പൗലോസ്: നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. 1 കൊരിന്ത്യർ 9:16. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആദ്യം കാണുന്നത് യെശയ്യാവിലും മർക്കോസിലും. യെശയ്യാവ് 52:7, മർക്കോസ് 1:1. ഒന്നാമത്തെ സുവിശേഷമാണ് മർക്കോസ്. തത്തുല്യമായ വാക്ക്
വാക്കിനോട് ചേർന്ന പേര്. സുവാർത്ത, സുവാർത്ത ദൂതൻ. യെശയ്യാവ് 41:27, 52:7, നഹും 1:15. പുതിയ നിയമ വ്യക്തിയായ പൗലോസിന്റെ വാക്കുകളിൽ സുവിശേഷത്തിന്റെ നിർവചനം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. 2 തിമോത്തിയോസ് 2:8. അടുത്ത ചോദ്യം. സകല മനുഷ്യരോടും പറയാനുള്ള ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട്. എന്താണത്? ഞാൻ ആരാണ്? ഉത്തരം: നിത്യസുവിശേഷം. ആകാശമധ്യേ പറന്ന ഒരു ദൂതന്റെ കയ്യിൽ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യം. ഇന്നത്തെ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചന പഠനത്തിന് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.